ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സർക്കസ് വിശേഷമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ഈസ്റ്റ് ഫോർട്ടിൽ ഓണത്തോടനുബന്ധിച്ച് നടത്തിയ സർക്കസ് ഷോ കാണാൻ ഞങ്ങളും പോയിരുന്നു. ഉച്ചയ്ക്ക് 1 മണിക്കും 4 മണിക്കും വൈകിട്ട് 7 മണിക്കുമാണ് ഷോ ഉള്ളത്. അതിൽ 4 മണിയുടെ ഷോയിലാണ് ഞങ്ങൾ കയറിയത്. അച്ചൂട്ട മാത്രമല്ല, ഇത്രയും വയസ്സിൻ്റെ ഇടയിൽ ഞങ്ങളും ആദ്യമായിട്ടാണ് സർക്കസ് ഷോ കാണുന്നത്. ആദിയും വീണയും ഞാനും കിച്ചണ്ണും കൂടെയാണ് ഇത് കാണാൻ പോയത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം ഒരു സിനിമ 2 മണിക്കൂർ കാണുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇതും ആസ്വദിക്കാൻ ഞങ്ങൾക്ക് പറ്റി. ആദ്യം ജോക്കർമാരുടെ എൻട്രി മുതൽ അച്ചൂട്ടനും ആദ്യം കൈയിടിയും ചിരിയും ബഹളവും ഒക്കെ ആയിരുന്നു. കുട്ടികൾക്കൊക്കെ വളരെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഷോ ആയിരുന്നു കേട്ടോ. ഓണത്തിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്ത ഈ സർക്കസ് ഈ മാസം 22-ാം തീയതി വരെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഷോയ്ക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 500, 400, 250, 150 എന്നതാണ്. 150 രൂപയുടെ ടിക്കറ്റിന് നമുക്ക് ഷോ നന്നായി കാണാമെങ്കിലും ചൂടെടുത്ത് ഊപ്പാട് വരുമെന്നുള്ളതാണ് സത്യം. 250 ടിക്കറ്റ് വരെ അവർ ഫാന് കൊടുക്കുന്നുണ്ട്. പക്ഷേ 150 ടിക്കറ്റിന് ഒരു കാറ്റും കിട്ടുന്നില്ല. പിന്നെ അവിടുത്തെ ഒരു പ്രശ്നമായിട്ട് തോന്നിയത്, എല്ലാം നമുക്ക് അകത്ത് ഫുഡും വെള്ളവും എല്ലാം കിട്ടും, പക്ഷേ അതിനെല്ലാം പുറത്തേക്കാളും 10 രൂപ കൂടുതലാണ്. അവരത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും പോലെ തോന്നി. 2 കവർ ലേസ് ഞങ്ങൾ വാങ്ങി. പക്ഷേ ആ ലേസ് 30 രൂപയാണ് വിലയിട്ടേക്കുന്നതെങ്കിലും അവർ നമ്മുടെ കയ്യിൽ നിന്ന് 40 രൂപ വെച്ച് വാങ്ങി. എത്രയോ രൂപ നമ്മൾ അനാവശ്യമായിട്ട് ചിലവാക്കി കളയുന്നു. അതുകൊണ്ട് അതൊക്കെ അങ്ങ് പോട്ടെന്നേ. മുള്ളുകളെല്ലാം തേന്മലരാക്കി മാറിലണിഞ്ഞു ഞാൻ. ലോകമേ നിൻ ചൊടിയിൽ ചിരി കാണാൻ കരൾ വീണമീട്ടി പാട്ടുപാടാം. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി. ഈ അവസാനത്തെ പ്രോഗ്രാം കണ്ടിട്ട് നമുക്ക് ആർക്കും ചിരിക്കാൻ തോന്നിയില്ല. അവർ നമുക്ക് വേണ്ടി ജീവൻ പണിയും വെച്ച് ഓരോന്നും ചെയ്യുന്ന കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടമാണ് തോന്നിയത്. അവർ ഈ കൈവിട്ട് ചാടുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അവർക്കൊന്നും വരരുതെന്ന് നമ്മളാണ് പ്രാർത്ഥിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് ഇത് തോന്നിയത്. ഒരുപാട് സന്തോഷവും കുറച്ച് സങ്കടമൊക്കെ ആയിട്ട് ഒരു 2 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. വർണ്ണപ്പുഞ്ചിരിയുണ്ടാക്കി കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി. അവിടുന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തിരിച്ചു വരുന്ന വഴി മൊത്തം ഓണാഘോഷത്തിൻ്റെ ലൈറ്റായിരുന്നു. സെക്രട്ടേറിയറ്റും നിയമസഭയൊക്കെ ദീപാലങ്കാരം എന്ന് തന്നെ പറയാം. വളരെ നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. നന്നായിട്ട് ഇതെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റി. അച്ചുക്കുട്ടനും ആദിക്കും ഓണത്തിന് ഒരിടത്തും പോയില്ല എന്നുള്ള പരാതി ഇതോടെ തീർന്നു. നമ്മളെപ്പോലെ തന്നെ അവർക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് പിന്നെ കാണാം.